കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഖബറിൽ ഒരാൾ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്നത് മൂത്രം വൃത്തിയാക്കാത്തതിന്റെ മൂത്രത്തെ തൊട്ട് വൃത്തിയാക്കാത്തതിന്റെ പേരിലാണ്. നിങ്ങൾ മൂത്രത്തെ തൊട്ട് നല്ലോണം വെടിയണം, നല്ലോണം പരിശുദ്ധമാവണം, നല്ലോണം ശുദ്ധിയാവണം. കാരണം ഖബറിലെ ആമത്തും എന്ന് പറഞ്ഞാൽ ഖബറിലെ ഭൂരിപക്ഷ ശിക്ഷക്കും കാരണം മൂത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിലൊക്കെ ഒരുപാട് ഹദീസുകളും ഒരുപാട് ചരിത്രങ്ങളും ആ വിഷയത്തിൽ വിശദീകരിക്കാണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുകയല്ല. അപ്പൊ നമ്മളെ ഭൗതികമായ നിലക്ക് നോക്കിയാൽ രോഗാണുക്കൾ ഏറ്റവും അധികരിച്ചത് മൂത്രത്തിലാണ്. ആഖിറത്തിലെ ശിക്ഷക്കും ഒരു പരിധിവരെ കാരണം മൂത്രവുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ടാണ്. ഒരു ചെറിയ ഒരു 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 മനസ്സിലേക്ക് നിങ്ങൾക്കൊരു ഈ വിഷയം ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അത്രയൊരു സഹീഹായ റിവായത്തൊന്നും അല്ലെങ്കിലും ഈ ഖബറിലെ ശിക്ഷ, നരകത്തിലെ ശിക്ഷ ഒക്കെ വിശദീകരിക്കുന്ന ഒരു ചെറിയ കിതാബാണ് ദഖായിഖുൽ അഖ്ബാർ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. കിതാബ് വളരെ ലളിതമായ കിതാബാണ്. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, കിതാബ് വലിപ്പം കാണും കമ്മിയാണെങ്കിൽ അത് പൂരിയിലൂല, അതായത് തെളിവിന് പറ്റൂല എന്നൊക്കെ തോന്നുന്ന ചില ആൾക്കാരുണ്ട്. ആൾക്കാർക്ക് എന്തുവാണ്, ബുഖാരിയൊക്കെ ആവണം. ഇതങ്ങനെ ചെറിയ കിതാബാണ്. പക്ഷെ അതിൽ പറയാണ്, ഒരു വ്യക്തിയെ ഖബറിലേക്ക് വെച്ചാൽ മുങ്കർ നക്കീർ വന്നു, ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു, ഒരു മലക്ക് വരുന്നാണ്. ആ മലക്ക് വരുന്നത് വലിയ ഇരുമ്പിനാലുള്ള ഒരു ദന്തും പിടിച്ചിട്ടാണ് ഈ മലക്ക് വരികയാണ്. എന്നിട്ട് ഈ ഖബറാലിയെ ഇടക്കിടക്ക് ഇങ്ങനെ പ്രഹരിച്ചും കൊണ്ടിരിക്കും, അടിച്ചും കൊണ്ടിരിക്കും. അപ്പൊ ഈ ഖബറാലിയാവുന്ന മയ്യത്ത് ചോദിക്കട്ടെ ഈ മലക്കിനോട്, ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞില്ലേ, മുങ്കർ നക്കീർ ചോദിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചു, നിന്റെ നബി ആരാണെന്ന് ചോദിച്ചു, നിന്റെ ദീൻ ഏതാണെന്ന് ചോദിച്ചു, നിന്റെ ഖിബ്ല ഏതാണെന്ന് ചോദിച്ചു, നിന്റെ ഇമാം ഏതാണെന്ന് ചോദിച്ചു, നിന്റെ സഹോദരിമാര എല്ലാറ്റിനും ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇന്നെങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ എന്തിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ ശിക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ മലക്ക് പറയുന്നൊരു മറുപടി, നീ ദുന്യാവിൽ ഒരു വഖത്ത് നിസ്കരിച്ചപ്പോ, ഒരൊറ്റ വഖത്ത് നിസ്കരിച്ചപ്പോ, ഒരുപാട് നീ നിസ്കരിച്ചിട്ടുണ്ട്, അതിൽ ഒരു വഖത്ത് നിസ്കരിച്ചപ്പോ ഒരു തുല്യ മൂത്രമായ വസ്ത്രം കൊണ്ടാണ് നീ നിസ്കരിച്ചത്, അത് നീ ശ്രദ്ധിച്ചിട്ടില്ല. നീ ഒരു വഖത്ത്, എല്ലാ വഖത്തൊന്നല്ല പറഞ്ഞത്. ഇന്നിപ്പോ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാനി, നമ്മുടെ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാനി. ഭൂരിപക്ഷം നിസ്കാരം മൂത്രമായ വസ്ത്രം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവൂ അല്ലേ? ഭൂരിപക്ഷം നിസ്കാരവും മൂത്രമായ വസ്ത്രം കൊണ്ടാണ് ഇന്ന് നമ്മുടെ മക്കൾ പലവരും നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല. എന്നാൽ ഈ മലക്ക് ഈ മയ്യത്തിനോട് പറഞ്ഞതെന്താ, നീ ഒരു വഖത്ത് നിസ്കരിച്ചപ്പോ നിന്റെ വസ്ത്രത്തിൽ ഒരു തുള്ളി മൂത്രമായിരുന്നു, അത് നീ ശ്രദ്ധിച്ചിട്ടില്ല, അതിനുള്ള ശിക്ഷയാണ് നിനക്ക് ശിക്ഷിച്ചും കൊണ്ടിരിക്കുന്നത്. നോക്ക് നിങ്ങൾ, എത്ര ഗൗരവ മൂത്രത്തിന്റെ കാര്യം. അങ്ങനെ ഒരുപാട്, 1, 2, 3 ഒന്നുമല്ല. സംഭവം ഹദീസ് ലഈഫാണെങ്കിലും നമുക്ക് ഖൽബിനൊരു ഭയഭക്തി കിട്ടാനൊക്കെയും ലഈഫായ ഹദീസും പറയാനാണല്ലോ മഹാന്മാർ പഠിപ്പിച്ചത്. തെളിവിന് പറ്റൂലെങ്കിലും ഫളായിലുൽ അഅമാല് വിഷയത്തിന്റെ ഗൗരവങ്ങളൊക്കെ മനസ്സിലാക്കാൻ 4 വിഭാഗം ആളുകളെ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ ആ 4 വിഭാഗക്കാരെ ശിക്ഷിക്കുന്ന രൂപം കണ്ടിട്ട് നരകത്തിലെ മറ്റു അവകാശികൾ അള്ളാഹിനോട് പറയത്തരെ, അള്ളാഹ് ഞങ്ങൾ ഈ നരകത്ത് കടന്നോലാം, ഞങ്ങൾക്ക് അതിന് വിരോധമില്ല, പക്ഷെ ആ 4 വിഭാഗത്തെ നരകത്തിന് അത് പുറത്താക്കിയാൽ മതി. കാരണം അവരുടെ ശിക്ഷയുടെ രൂപം കണ്ട് ഈ നരകത്തിൽ കടക്കാൻ ഞങ്ങളെ കൊണ്ടാവൂല. അപ്പൊ ശിക്ഷയുടെ ഗൗരവം എത്രയായിരിക്കും? നരകത്തിലെ അവകാശികൾ അള്ളാഹിനോട് പറയുന്നത് എന്താ, ഈ 4 വിഭാഗത്തെ നരകത്തിന് ഒഴിവാക്ക്. കാരണം ഈ
മൂത്രമില്ലെങ്കിൽ വതിയോ മതിയോ ഉണ്ടോ? എന്താ ഈ 4 വിഭാഗത്തിൽ നരകത്തിൽ നിന്ന് ഒഴിവാക്ക്. അവരെ ശിക്ഷിക്കുന്ന രൂപം ഞങ്ങൾക്ക് കാണാൻ വയ്യ. അങ്ങനെ പറഞ്ഞ് ആ 4 ശിക്ഷയുടെ രൂപവും ആ 4 ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാർ ചെയ്ത തെറ്റും റസൂലുള്ള വിശദീകരിച്ച കൂട്ടത്തിൽ ഒരു വിഭാഗത്തിന്റെ ശിക്ഷ റസൂലുള്ള വിശദീകരിച്ചു കൊടുക്കാൻ അവർ നരകത്തിലേക്ക് പ്രവേശിക്കും. ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ വ്യക്തി നരകത്തിലേക്ക് പ്രവേശിച്ചാൽ അവന്റെ അകത്തുള്ള കൊതലുകൾ, നമ്മൾ ഒറ്റവാക്ക് പറഞ്ഞ ആമാശയം എന്ന് പറയാം അല്ലേ, ആമാശയം അവന്റെ അകത്തുള്ള അവന്റെ എല്ലാതും കൂടി മലദോരത്തിലൂടെ പുറത്തേക്ക് വരുന്നു. ആ രംഗൊക്കൊന്ന് ആലോചിച്ച് നോക്കാനി. ഒരു മനുഷ്യന്റെ അകത്തുള്ള പെട്ടിക്കൊതല് ഒന്നായിട്ട് ഒരു മലദോരത്തിലൂടെ പുറത്തേക്ക് വന്നിട്ട് അതും വലിച്ച് ഇവനിങ്ങനെ നടക്കുന്നു. അതും വലിച്ച് ഇവൻ നരകത്തിലൂടെ അങ്ങനെ നടക്കും. ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും സഹിക്കുമോ? ഞങ്ങൾക്കത് തിരിയാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു കത്തിക്കുത്ത് നടന്ന് അങ്ങനെ കത്തി കൊണ്ട് ഏറ്റവന്റെ പെട്ടിക്കൊതല പുറത്തേക്ക് ചാടിക്കണെന്ന് വെക്കുക അല്ലേ? നമ്മളെന്താ പറയാ, ഇന്നൊക്കെ അത് കാണാൻ വയ്യത്തോ. അത് കാണുന്ന കുറെ ആൾക്കാരുണ്ടാവും, അതും വാട്സാപ്പിൽ അല്ല ഫോട്ടോ വാട്സാപ്പിൽ വരുന്ന ഹൈവാന്മാരുണ്ടാവും, ഇല്ലാന്നല്ല. പൊതുവില് ഒരു മനുഷ്യത്വമുള്ളവനാണെങ്കിൽ അവനെന്താ പറയാ, ഇന്നൊക്കെ അത് കാണാൻ വയ്യ. ചില ആക്സിഡന്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറില്ലേ, കാണാൻ വയ്യ. ഇപ്പോ എവിടെ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ഒരു മുസൽമാനെ അടിച്ചു കൊല്ലുന്ന രംഗം, കത്തിച്ചു കൊല്ലുന്ന രംഗം പലവരും ഇങ്ങനെ വാട്സാപ്പിൽ വിട്ടേന്. ഞാൻ അതാണെന്ന് അറിഞ്ഞത് തന്നെ ഞാൻ ഡിലേറ്റ് ചെയ്ത് സാധിക്കൂല. ചില വിഷയങ്ങൾ കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് തമാശ പറഞ്ഞ് സമയം കളയുകയല്ല. ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മളും നമ്മുടെ മക്കളിലും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നജസുമായി ബന്ധപ്പെട്ട മസാല ഇതൊരു ആമുഖം എന്ന നിലയ്ക്ക് ഞാൻ കുറിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ രംഗങ്ങളൊന്നും കാണാൻ നമ്മളെ കൊണ്ടാകൂല. അത് നമ്മളിൽ തന്നെ വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാ ഞാൻ ചിന്തിക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു രംഗം മറ്റൊരാൾക്കുണ്ടാകുമ്പോ, ഒരു എരങ്കൊതൽ പുറത്തേക്ക് ചാടുന്ന ഒരു രംഗം മറ്റൊരാൾക്കുണ്ടാകുമ്പോ നമുക്കത് കാണാനോ സഹിക്കാനോ ക്ഷമിക്കാനോ സാധ്യമല്ലെങ്കിൽ നമുക്ക് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇരങ്കൊതല് അവരുടെ പെട്ടിക്കൊതല് മലദോരത്തിലൂടെ പുറത്തേക്ക് ഇങ്ങനെ ചാടി നരകത്തിലൂടെ അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് റസൂലുള്ള. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, നബി, ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്താ? ഇതിനാമാത്രം ഈ മനുഷ്യനെ ശിക്ഷിക്കാൻ മാത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി പറഞ്ഞതേ, ഓ കള്ളുകുടിയനായതുകൊണ്ടാണ്, വ്യഭിചാരി ആയതുകൊണ്ടാണ്, മദ്യപാനിയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ടവനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരാളെ കത്തിക്കുത്ത് നടത്തി കൊലപ്പെടുത്തിയതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ മാതാവിന്റെ വയറ്റത്തേക്ക് ചവിട്ടിയതിന്റെ പേരിലാണ് എന്നൊന്നല്ല നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്. ആ മറുപടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കറക്റ്റാണ് ഉസ്താദെ, ആരാ ശ്രദ്ധിക്കണെന്ന് പറയില്ലേ? റജുലുൻ ലാ യുബാലി ഐനൽ ബൗലു അസാബ. റസൂലുള്ളാഹി പറഞ്ഞ മറുപടി അതാ. ഈ മനുഷ്യനെ നരകത്തിൽ ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ക്രൂരമായ നിലക്കുള്ള ഈ ഒരു ശിക്ഷയുടെ വാക്താവായി തീരാൻ കാരണം റജുലുൻ, ആ വ്യക്തി ഒരു വ്യക്തിയാണ്, ലാ യുബാലി, അവൻ വില വച്ചിരുന്നില്ല, അവനൊരു വില കൽപ്പിച്ചിരുന്നില്ല. റജുലുൻ ലാ യുബാലി ഐനൽ ബൗലു അസാബ, മൂത്രം എവിടൊക്കെ ആയി എന്ന് ശ്രദ്ധിക്കാതെ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. വളരെ കറക്റ്റല്ലേ? ഇന്ന് നമ്മുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാൻ. മൂത്രം വസ്ത്രത്തിലാവുന്നത് ഇന്നൊരു വിഷയേ അല്ല.